أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരും ബഹുമാന്യരുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ, ബഹുമാനപ്പെട്ട കൊടക്കാട് എംപിച്ചി കോയ തങ്ങൾ അവരുടെ, കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അവരുടെ, പ്രിയപ്പെട്ട സൂഫി മുസ്ലിയാർ, നമ്മുടെ മഹാനഗാദി കെ കെ അബൂബക്കർ ഉസ്താദ്, പ്രിയപ്പെട്ട MLA നജീബ് സാഹിബ്, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂഫി സാഹിബ്, പ്രിയപ്പെട്ട ഖത്തീബ് കെ പി അബ്ദുറഹ്മാൻ ഫൈസി അവരുടെ, പ്രിയപ്പെട്ട അസീസ് ഫൈസി അവരുടെ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്യങ്ങൾ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് താഴെക്കോട് മഹൽ നിവാസികൾ. താഴെക്കോടിന്റെ അഭിമാന സൗധമായി ഈ മസ്ജിദിനെ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 220 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. മഹാനായ മമ്പുറം തങ്ങൾ കുറ്റിയടിച്ച് നിർമ്മിച്ച വലിയൊരു പാരമ്പര്യമുള്ള ഒരു പള്ളി. ആ പള്ളിയുടെ 1-2 ഘട്ടങ്ങളിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. അതിനുശേഷം 45 വർഷങ്ങൾക്ക് മുമ്പ് പുനർനിർമ്മിക്കപ്പെട്ട പള്ളി നമ്മൾ വേണ്ടത്ര സൗകര്യമില്ല ഇവിടുത്തെ ആളുകളെ ഒതുങ്ങാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ എന്നുള്ളത് ബോധ്യമായപ്പോഴാണ് പള്ളി കുറച്ചുകൂടി വിശാലമാക്കി പുനർനിർമ്മിക്കണം എന്ന ചിന്തയിലേക്ക് താഴെക്കോട് മഹൽ കമ്മിറ്റി എത്തിയത്. 2021 റമദാൻ മാസമാണ് അത്തരമൊരു ചർച്ച ഇവിടെ പള്ളിയിൽ വെച്ച് കമ്മിറ്റി ചർച്ച ചെയ്തത്. അങ്ങനെ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2021 ഡിസംബർ മാസം 24-ാം തീയതി നമ്മുടെ പള്ളിയുടെ കാദിയും പ്രസിഡന്റുമായിരുന്ന കെ അബ്ദുള്ള മുസ്ലിയാർ മറക്കുന്ന അദ്ദേഹം കുറ്റിയടിച്ചാണ് ഇതിന് തുടക്കം കുറിച്ചത്. 2022 ജനുവരി മാസം 10-ാം തീയതി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പള്ളിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കട്ടിലമുക്ക് നിർവഹിച്ചുകൊണ്ട് 2 വർഷവും 4 മാസവും 25 ദിവസവും കൊണ്ട് ഇന്ന് നമ്മൾ അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനം ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു വലിയ സമ്പന്നന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു പള്ളിയല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഈ നാട്ടിലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവിടുത്തെ ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ മഹലിലെ 1400ഓളം വരുന്ന കുടുംബങ്ങളിൽ അവർ ഓരോരുത്തരും സഹായിച്ചിട്ടാണ് ഏകദേശം 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പള്ളിയുടെ പുനർനിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സന്തോഷം ഞങ്ങൾക്ക് അളവില്ലാത്ത വിധം ഉണ്ട് എന്ന് പറയാൻ കാരണം സാധാരണ ഒരു പള്ളി ഇത്തരത്തിലുള്ള പള്ളിയൊക്കെ നിർമ്മിക്കുമ്പോൾ അറബികളുടെ സാമ്പത്തിക സഹായം ഉണ്ടാകും, അല്ലെങ്കിൽ നാട്ടിലെ വലിയ സമ്പന്നരുടെ സഹായം ഉണ്ടാകും. പക്ഷെ അതൊന്നുമില്ലാതെ 1, 2, 3, 5, 10, 15 ഒക്കെ ലക്ഷം രൂപ സംഭാവന ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾ നിർമ്മിച്ചെടുത്തതാണ്. അത് മിഹ്റാബ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ കാർപ്പറ്റുകൾ ഒരു കൂട്ടായ്മ സമർപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോറുകളും ജനാലകളും ടൈൽസുകളും അങ്ങനെ ഓരോന്നും, ലൈറ്റുകളും ഫാനുകളും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ ആളുകൾ സ്പോൺസർ ചെയ്തതാണ്. അവർക്കൊക്കെ കൃത്യമായിട്ട് ഉദ്ദേശങ്ങളുണ്ട്. അവർ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളുടെ കുടുംബങ്ങളുടെയൊക്കെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി, അവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയൊക്കെ നിയത്ത് ചെയ്തിട്ട് തന്ന സംഭാവനകളും സ്പോൺസർഷിപ്പുകളുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനിവിടെ സാധാർത്ഥ്യങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഞാൻ സുദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ട് സംസാരിക്കുന്നതെന്ന് മാത്രം. ഇവിടെ ധാരാളം ആളുകൾ ഇതിന് സമ്പത്ത് ചെലവഴിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിൽ ഒരുപാട് ആളുകളുടെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി തന്നത് കോട്ടക്കലിലെ ഷബീർ അസോസിയേറ്റ്സ് ആണ്. ആ ഷബീർ സാഹിബിന്റെ
ഒരു മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറോട് കൂടിയിട്ടുള്ള ഒരു സൗധം അത് നമുക്കിങ്ങനെ തയ്യാറാക്കി നൽകിയ അദ്ദേഹത്തിന് ഏറെ സന്തോഷം ഞങ്ങൾ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്ര മനോഹരമായ ഒരു സൗധം കോൺട്രാക്ട് എടുത്തുകൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മഞ്ചേരിയിലെ AM അബ്ബാസാണ്, നിർമ്മാണ ഗ്രൂപ്പിൽപ്പെട്ട. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്, ടൈൽസ് വർക്ക്, അതുപോലെ സീലിംഗ് വർക്ക്, അലുമിനിയം വർക്ക്, സ്റ്റീൽ വർക്ക് തുടങ്ങിയിട്ട് ടൈൽ വർക്കുകളും കട്ടയിടലും അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ച ധാരാളം ആളുകളുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതാണ്, പക്ഷേ സമയത്തിന്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും അല്ലാഹു ഈ കാര്യത്തിൽ സഹായിച്ച എല്ലാ ആളുകളെയും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഇതിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. 50 ലക്ഷം രൂപയോളം ഇപ്പോഴും ബാധ്യതയായിട്ടാണ് ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഈ മഹലിലെ ആളുകളിൽ നിന്ന് തീർച്ചയായിട്ടും വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത മഹൽ നിവാസികൾ അത് പൂർത്തീകരിക്കാനും സഹായിക്കാൻ മുന്നോട്ട് വരും എന്നുള്ള ഉറപ്പുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് സംഭാവന ചെയ്ത ആളുകൾ, മറ്റുള്ള തരത്തിലുള്ള ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ ധാരാളം ആളുകളുണ്ട്. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേക സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ സബ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയ ധാരാളം ആളുകൾ, പാറയിൽ അഹമ്മദ്, KK മുസ്തഫ, T കബീർ, അതുപോലെ P സാലിഹ്, ഇവിടെ ഇത് സാന്നിധ്യമില്ലെങ്കിൽ മനസ്സുകൊണ്ട് സാന്നിധ്യമുള്ള LP ജലീൽ എന്ന ജലിമണി, ഇവരൊക്കെ അങ്ങേയറ്റം ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. ഓരോ ദിവസവും രാപ്പകൽ ഭേദമന്യേ ഇതിനു വേണ്ടി പണിക്കാരെ പോലെ ജോലി ചെയ്തുകൊണ്ട് പണി പൂർത്തീകരിച്ച ആളുകളാണ്. അപ്പോൾ കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ എന്നുള്ളവർക്ക് എന്നെയും വംശക്കാരും ഒക്കെ കൂടെ അവർ നിന്നു എന്നുള്ളത് ആ സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സംസാരം നിർത്തുന്നു. ഈ പരിപാടിക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മഹല്ല് സെക്രട്ടറിയും ചെയർമാനുമായിട്ടുള്ള നാരിക സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് അവരുടെ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ, മുച്ചിക്കോയ അവരുടെ, KP മുഹമ്മദ് മുസ്ലിം കൊമ്പോ അവരുടെ, ബഹുമാനപ്പെട്ട MLA നജീബ് സാഹിബ്, സൂഫി സാഹിബ് അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മഹൽ വ്യക്തികളെ സുഹൃത്തുക്കൾ, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളും മറ്റും ആയി നമ്മുടെ നാസർ മാസ്റ്റർ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു. ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ മഹല്ലുകാരുടെ 2 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്ന് നമുക്ക് ഈ കാണുന്ന രൂപത്തിൽ നമുക്ക് ഈ പള്ളിയുടെ പ്രവൃത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ നേതാക്കളെ കൊണ്ട് നമ്മുടെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും നമുക്ക് വിശ്വാസികൾക്ക് തുറന്നു തരാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സംഭാവനകൾ നൽകിയ എല്ലാവരെയും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വൈകിയ കൂടുതൽ സംസാരിക്കാതെ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പള്ളി ഉദ്ഘാടനത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനീയനും ആദരണീയനുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരാണ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമസ്ത കേരളയുടെ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൃത്യസമയത്ത് തന്നെ നമ്മളെത്തി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മഹാനവരുടെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ആനന്ദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആലിക്കുട്ടി സാറിവിടെ എത്താൻ നമ്മൾ ഏറ്റതാണ്, ഇതുവരെ എത്തി കാണുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ അടുത്ത മഹലിലെ താങ്കൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചെയ്ത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമീപ മഹലിലായ ആദരണീയൻ KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പോ ഇവിടെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സ്ഥലം ബഹുമാനപ്പെട്ട
നജീബ് കാന്തപുരം അവരുടെ എത്തി അദ്ദേഹത്തെ ഈ പരിപാടിയിൽ കാന്തമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻ മന്ത്രിയും നമ്മുടെ ഈ മഹലിന്റെ അംഗവുമായ നാലകത്ത് സൂഫി സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ശക്തനായ പ്രസിഡന്റ് കെ അബൂബക്കർ മുസ്ലിയാരെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ഖജാൻജിയും അതുപോലെ തന്നെ നമ്മളെ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ AK നാസർ മാസ്റ്റർ ഇവിടെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മുടെ മുൻകാല മുദരിസിമാർ അതുപോലെ തന്നെ പലവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സൂര്യ മുസ്ലിം വളരെ കാലം ഇവിടെ ഉണ്ടായിരുന്നതാണ്, 11-12 കൊല്ലം. അതുപോലെ KC ഉസ്താദ് അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുൻ പണ്ഡിതന്മാരെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 33 വർഷമായി നിസ്വാർത്ഥ സേവനം നമ്മുടെ മഹല്ലിന്റെ ഖത്തീബായി സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട KP അബ്ദുറഹ്മാൻ ഫൈസ് ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ താഴെപ്പുറ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അസീസ് ഫൈസി, അതുപോലെ കോളേജിലെ മറ്റ് ഉസ്താദുമാർ, നല്ലവരായ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതുപോലെ പള്ളി ഉപയോഗ കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സ്വാഗത സംഘത്തിലെ അംഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമീപം മഹല്ലുകളെ നമ്മൾ ക്ഷണിച്ചതാണ്, പക്ഷെ നമ്മുടെ സമീപം മഹലല്ല, നമ്മുടെ സമീപ മഹലും ഈ പെരിന്തൽമണ്ണ താലൂക്കിലെ മലപ്പുറം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്. അവരെല്ലാം കൂടി തന്നെ നമ്മുടെ നിർദ്ദേശപ്രകാരം നമുക്കൊരു പ്ലാനും ഒരു 3Dയും നമുക്ക് സമ്മാനിച്ചു തന്ന നമ്മുടെ കൺസൾട്ടിംഗ് എഞ്ചിനീയർ സമീർ അസോസിയേറ്റ്സ്, അതുപോലെ അതിൻ്റെ പ്രൊപ്പറേറ്റർ സമീർ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. പ്ലാൻ 3D പ്രകാരം നല്ല മനോഹരമായി പണി പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയങ്കരനായ അബ്ബാസ്, അതുപോലെ തന്നെ നിർമ്മാണ കൺസ്ട്രക്ഷൻ്റെ എല്ലാ അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കല്ല, നമ്മുടെ മഹല്ല് നിവാസികൾ, കാരണന്മാർ, സാധാർത്ഥികൾ, പണ്ഡിതന്മാർ, അങ്ങനെ ഒരുപടി ആൾക്കാർ നമ്മൾ പലവരും ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KK അബൂബക്കർ മുസ്ലിയാരെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരത്തോടെ ആദ്യമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ അടക്കമുള്ള നേതാക്കൾ, പണ്ഡിതന്മാരെ, സാധാരണ ഇവിടെ കൂടിയ നാട്ടുകാരായിട്ടുള്ള സഹോദരന്മാർ, താഴെക്കോട് മസ്ജിദ് വളരെ പ്രശസ്തമാണ്. അമ്പലം തങ്ങളോടെ മഹീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ലഭിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രദേശം, ഈ പള്ളി കാലപ്പഴക്കവും വർദ്ധിച്ച ആവശ്യവും കണക്കിലെടുത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ
നടത്തുകയും ഇന്ന് കാണുന്ന രീതിയിൽ വളരെ മനോഹരമായി വിശാലമായ രീതിയിൽ പുനർനിർമ്മിച്ച് സൂചിപ്പിക്കാൻ കഴിയില്ല. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിലേറെ ചരിതാക്കളുണ്ട്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ തവണ കഴിഞ്ഞാൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രദേശം തന്നെയാണ് താഴെക്കോട്. മനോഹരമായ പള്ളിയുടെ ദൃശ്യം കൂടി വന്നതോടുകൂടി താഴെക്കോട്ട് തന്നെ മികച്ചായ മാറിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൻ്റെ ആ ഒരു എടുപ്പും നിർവൃതിയും താഴെക്കോട് നിവാസികളുടെ നിൽക്കുന്നില്ല. നമ്മൾ 5 മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്ന വിശുദ്ധ വിശുദ്ധ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. ഹജ്ജിൻ്റെ സമ്മാനമായി 5 മാസത്തിൻ്റെ ഒരു വലിയ സമ്മാനമായി അള്ളാഹുവിൻ്റെ സമ്മാനമായി നമുക്ക് ഈ പരിശുദ്ധമായുള്ള മസ്ജിദ് ഈ രൂപത്തിൽ ചെയ്യിക്കാൻ പറ്റുന്നു. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. കാസർഗോഡ് പറഞ്ഞു, നാട്ടിലും മറുനാട്ടിലുമുണ്ടത്. അവർക്കെല്ലാം അള്ളാഹു മതിയായ പരിഗണന മാറാകട്ടെ. ആദ്യമായ ജിഫിത്തങ്ങളവர்கள் നമസ്കാരത്തിൽ തുടങ്ങുന്ന ആ ദ്വായിൽ തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ അത് ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലാണ്. അള്ളാഹു നമ്മൾ തമ്മിലുള്ള വേദ്യമായിട്ടുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടിയുറക്കുകയാണ്. ഓരോ മസ്ജിദും പരിശുദ്ധ കഅബാലയത്തിലേക്കാണ് അത് മുഖം തിരിച്ചു നിൽക്കുന്നത്. കഅബാലയത്തിലേക്ക് ലിങ്ക് ചെയ്യപ്പെടില്ല. പുതിയ കാലഘട്ടത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ അതിലേക്ക് ലിങ്ക് കഅബാലയം നമ്മുടെ പള്ളിയുമായി ലിങ്ക് ചെയ്യപ്പെടുന്നു. ലോകത്തെ ലക്ഷക്കണക്കായ പള്ളികൾ ഇതുപോലെ കഅബാലയവുമായി ലിങ്ക് ചെയ്യപ്പെടുക. അതിനർത്ഥം എന്താണ്? ആ പള്ളിയുടെ അധികാരായിട്ടുള്ള വിശ്വാസികൾ, ആ പള്ളിയെ നിർമ്മാണം ചെയ്യുന്നവർ, അതിൻ്റെ കാത്തു സൂക്ഷിക്കുന്നവർ, അതിൻ്റെ സഹവാസം നിർവഹിക്കുന്നവർ, അവർക്കാണ് അതിൻ്റെ അഭിലികാരം. അപ്പോൾ ആ അഭിലികാരം ലോകത്തെ ആദ്യ ഭവനമായ, ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം അത് പരിശുദ്ധ കഅബാലയമാണ്. ഭൂമിയുടെ സെന്ററാണ് കഅബാലയം. ഭൂമിശാസ്ത്രപരമായിട്ട് ജിയോളജിക്കലായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ സെന്റർ, ആ സെന്ററിലേക്ക് വൃത്താകൃതിയിൽ ഓരോ പള്ളിയും നിൽക്കുകയാണ്. അവിടേക്ക് ആ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിലേക്കാണ് ലിങ്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നമ്മൾക്ക് മുസ്ലിമാവാണ് കേരളത്തെ ഉദ്ദേശിച്ചത്. അതേ അവസരത്തിൽ നമ്മളൊക്കെ നമ്മുടെ ജന്മം കൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ട് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യും. പള്ളിയുടെ ഭാഗമാകുമ്പോൾ കഅബയുമായി നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും അതൊക്കെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ഓരോ മസ്ജിദും ചെയ്യുന്നത്. ഹയ്യാൽ അസ്വലാ, ഹയ്യാൽ ഫലാഹ് എന്ന് ഉച്ചരിക്കപ്പെടുമ്പോൾ ആ വിജയത്തിലേക്ക് അള്ളാഹു നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമസ്കരിച്ചു നമുക്ക് വിജയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. എല്ലാ തിന്മകളിൽ നിന്നും വലുതായ്മകളിൽ നിന്നും നമസ്കാരം നമ്മെ രക്ഷപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ സഹജമായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും. അപ്പോൾ 5 വക്തിനും ഒരു നമസ്കാരം നമ്മെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നു. ആ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേരുമാറാകട്ടെ. ആ രീതിയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പരിശുദ്ധ ഭവനങ്ങളാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ. അതിനെ കൂടുതൽ അതിനെ മാർക്ക് ചെയ്യാൻ, അതിനെ പ്രമുഖത്തിൽ കാത്തുസൂക്ഷിക്കുവാൻ, അതിൻ്റെ സഹവാസം നിർവഹിച്ചുകൊണ്ട് അത് എത്തിക്കാതിരുന്ന മറ്റു രീതിയിലുമെല്ലാം പള്ളിയുള്ള പരിപാലനം നിർവഹിച്ചു നാളെ അർഷിൻ്റെ തണലിലേക്ക് അള്ളാഹുവിനെ നയിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉച്ചരിച്ച് നിർവഹിക്കുന്നു.
الحمد لله رب العالمين والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله السميع العليم من الشيطان الرجيم لمسجد أسس على التقوى من أول الحق وأن تقوم فيه رجال يحبون أن يتطهروا صدق الله ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ യുവക്കും ചെയ്യാൻ ഈ മഹത്താവുന്ന സംഗമം അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കൊളക്കൽ ചിവായ തങ്ങൾ, കെ പി മുഹമ്മദ് സയ്യിദ് മുസ്ലിയാർ കുമ്മം, ഈ പ്രദേശത്തിൻ്റെ അംഗങ്ങൾ, അംഗവരം എൻജിൻ സാഹിബ്, നിങ്ങളുടെ നാട്ടുകാരൻ മൊബിയൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട സൂഫി സാഹിബ് അടക്കമുള്ള വേദിയിൽ പുരുഷായ സദാപൂർവ്വ പണ്ഡിതന്മാരെ നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു കുടുംബത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഒരു മസ്ജിദ് പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, ഈ പ്രദേശത്തുകാർ മാത്രമല്ല, ലോകത്തെമ്പാടുള്ള എല്ലാ മോമിനികളും സന്തോഷിക്കുന്നതായ ഒരു സംഭവമാണ്. മോമിനികൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, മോമിനികളല്ലാത്തവർ സന്തോഷിക്കും, എല്ലാ മതസ്ഥരും സന്തോഷിക്കുന്നതായ ഒരു മനുഷ്യർ മാത്രമല്ല സന്തോഷിക്കുന്നത്, മനുഷ്യരല്ലാത്ത എല്ലാ ജീവികളും സന്തോഷിക്കും, മൃഗങ്ങൾ, പക്ഷികൾ, ഇവിടുത്തെ മരങ്ങൾ, ചെടികളൊക്കെ സന്തോഷിക്കും, ഭൂമി സന്തോഷിക്കും, വെള്ളം സന്തോഷിക്കും, അങ്ങനെ സർവ്വചരാചരങ്ങളും സന്തോഷിക്കും. അള്ളാഹുവിൻ്റെ മലായികൾ സന്തോഷിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സർവ്വ മഖലൂഖാത്തും സന്തോഷിക്കുന്നതായിരുന്നു. എന്താണ് സന്തോഷിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. എന്നാൽ ഈ പള്ളിയിൽ കൂടി വളർത്തിയെടുക്കുന്ന സംസ്കാരം വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ സംസ്കാരം, പള്ളിയിൽ ഉണ്ടാവേണ്ടത് ആളുകൾ മാത്രമാണ്. ആ ആളുകൾ എല്ലാ നിലക്കുള്ള വിശുദ്ധിയും ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അവരുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധിയാണ്, അവരുടെ അവയവങ്ങൾക്ക് വിശുദ്ധിയാണ്. ആ അവയവങ്ങളെ കൊണ്ട് അള്ളാഹു നിരോധിക്കപ്പെട്ട ഹറാമാവട്ടെ, ഹറാത്താവട്ടെ, ഖിലാഫിലാവട്ടെ, അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ അവയവം വൈക്കൂലില്ല. അപ്പോൾ നാവുകൊണ്ട് ഹറാമായ ഒരു സംഗതി പറയണമെന്നുണ്ട്. ആ യഥാർത്ഥ മുമ്പിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ നാവായി വൈക്കൂലില്ല. ഒരു കറാത്തായ ഒരു സംഗതി പറയാൻ ഉദ്ദേശിച്ചാലും അങ്ങോട്ടല്ല, പറയൽ കറാത്തായ ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ പറയുന്ന ഖിലാഫുലൗലിയായ ഒരു സംഗതിയാണ്. അതൊക്കെ നിരോധിക്കപ്പെട്ടത് തന്നെയാണ്, തെറ്റുണ്ടോ എന്നുള്ളതല്ല, കുറ്റുണ്ടോ എന്നുള്ളതല്ല. അപ്പോൾ അതിലേക്ക് അവൻ്റെ നാവ് വൈക്കൂല. ഹറാമായ ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചു, കയ്യുകൊണ്ട് ആ കയ്യേന്ന് വൈക്കൂടില്ല. അപ്പം അവൻ്റെ സർവ്വ അവയവങ്ങളും മൻഹിയാത്ത നിരോധിക്കപ്പെട്ട സംഗതികൾക്ക് വൈപ്പെടാതിരിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ മുമ്പിൻ്റെ ക്വാളിറ്റി. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം അതുപോലെ വിശുദ്ധമാണ്. ഹൃദയത്തിന് രണ്ടിയാതി വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞിക്കണം, വഴി വൃത്തികേടും ഇല്ലാതിരിക്കണം. ഇങ്ങനത്തെ ഒരു മുമ്പിനെയാണ് പള്ളിയിൽ ഉണ്ടാക്കുന്നത്. അതാണ് എല്ലാ വിശുദ്ധി ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ വിശുദ്ധി ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ആളുകൾ വളർന്ന് പുറത്തിറങ്ങിയാൽ അവരെക്കൊണ്ട് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും പോകുന്നുണ്ടോ. കാരണം ഓരോ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളോടും നമുക്ക് കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകൾ നിർവഹിക്കപ്പെടണമെന്നാണ് പള്ളിയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം പള്ളിയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ടല്ലോ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളെന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും സന്തോഷിക്കുന്നതാണ്. നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങൾ സന്തോഷിക്കും, മതമുള്ളവരും മതമില്ലാത്തവരും സന്തോഷിക്കും, മൃഗങ്ങൾ സന്തോഷിക്കും. കാരണം ഓരോ വസ്തുവിനോട് നമുക്ക് കടപ്പാടുകൾ, ആ കടപ്പാടുകൾ പൂർണ്ണമായും നിർവഹിക്കുന്ന ആളുകളായി പോലും ഈ
ഈ പള്ളി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട മംഗളം ചെയ്ത് അതിന് തങ്ങളവരുടെ ഇവിടെ പിന്നെ ശീലം നൽകി അവർ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവർ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു അത് നിർമ്മിക്കപ്പെട്ടതായ പള്ളിയാണ്. കാലോചിതമായതുകൊണ്ട് പള്ളിയൊക്കെ നമ്മൾ അധികം പള്ളി ഭംഗി കൂട്ടുക എന്നുള്ളത് നല്ല സംഗതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതെന്തോ ആവട്ടെ, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ ഏതായാലും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ആവശ്യമില്ലാതെ കുറേ വ്യക്തികൾ എല്ലാ പള്ളിയിലും ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. അത് ഉദ്ഘാടന സമയത്തും എല്ലാ സമയത്തൊക്കെ കുറേ ഇത് നമ്മൾ അപ്പോൾ ആരോ പറഞ്ഞു ഇത് പിന്നെ സോളാറാണ് ഉപയോഗിച്ചത്. എന്ത് ഉപയോഗിച്ചാലും മഴത്ത് നിൽക്കുകയാണെങ്കിൽ വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റും. സമുദ്രത്തിലാണ് കുളിക്കുന്നത്, വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെ ഇത് എങ്ങനെ വെറുതെ ലഭിക്കപ്പെടുന്നു. എന്നാലും ഇതൊന്നും ഇത്ര അധികം പിന്നെ കരണ്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ എന്തോ അവിടെ അതൊന്നും ഇനിയിപ്പോൾ അങ്ങനെ സംഗതികളൊന്നും ഈ കാലഘട്ടത്തിൽ പറയുന്നത് പ്രായോഗികമല്ല, അവർ നടക്കുകയാണ്. അപ്പം അതൊക്കെ നമ്മൾ പിൻവലിച്ചിട്ടാണ്, അങ്ങനത്തൊന്നും പറയില്ല. അപ്പോൾ ഏതായാലും പറയാനുള്ളത് ഇത് ഈ പള്ളി പഴയ കാലത്ത് ഇവിടെ ഒരു മഹാനവന്മാർ പിന്നെ ഉസ്താദന്മാരുടെ ഉസ്താദ് കായക്കോട് കുഞ്ഞി മുസ്ലിം വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അവർ ദർശനം നേരിട്ട് കേട്ടിട്ടില്ലെങ്കിലും ആ ദർശനം കേട്ടവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ദർശനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് മുത്താലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ആ മുത്താലിന്യങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒറ്റപ്പള്ളിയിലൊക്കെയാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ സുബൈ വാക്ക് കൊടുത്താൽ മൂപ്പര് നിസ്കരിക്കാൻ വരുമ്പോൾ അപ്പോൾ മൂപ്പര് നിസ്കരിക്കാൻ വരുമ്പോൾ സുബൈൻ്റെ സുന്നത്ത് കേൾക്കാൻ വരുമ്പോൾ കുട്ടികളൊക്കെ ഒന്നായിട്ട് കിടക്കണിക്കണം മുത്താലിന്യങ്ങൾ. അപ്പോൾ മൂപ്പര് പറയുമ്പോൾ മനേക്ക് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചിടണം. മറ്റൊന്നോട് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചാക്കി ഞാൻ രണ്ടൊന്ന് സുന്നത്ത് കേട്ടിട്ട് ഇത് പറയുമ്പോൾ കുട്ടികൾ എണ്ണിച്ചു പോകും. അത് വേറെ സംഗതി. മുപ്പത് കുട്ടികളെ ബുദ്ധിമുട്ടാക്കാത്ത എന്താ ബാങ്ക് കൊടുക്കുന്നവരെ കുട്ടികൾ പോകുന്നതിന് കുട്ടികളാണ് നീക്കാറുണ്ട്. ബാങ്ക് കൊടുക്കുന്നവരെ കിതാബ് ഓതിക്കൊണ്ടിട്ട് ബാങ്ക് കൊടുക്കാൻ നേരത്തൊന്ന് മയങ്ങിക്കാണ്ടിരിക്കണം. അപ്പോൾ കുട്ടികളെ ബുദ്ധിമുട്ടാക്കില്ല. അത് ഉസ്താദന്മാരുടെ ശൈലി അങ്ങനെയാണ്. കുട്ടികൾ അവരോട് നമ്മൾ പെരുമാറ്റത്തിൽ എപ്പോഴും ആ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അന്നിങ്ങനെ പറയുന്നത് കുട്ടികൾക്ക് എടുക്കാവുന്ന സ്ഥലമില്ലാത്തത് കൊണ്ടിട്ട് ഒരു ഇങ്ങോട്ട് തിരിച്ചെടുക്ക്, മറ്റുള്ളവരോട് ഇങ്ങോട്ട് തിരിച്ചെടുക്ക്, ഇത് ഞാൻ എല്ലായിടത്തും സുഖത്ത് സ്കേറ്റ് വെയിൻ്റെന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലാത്തൊരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്കറിയാം ഞങ്ങൾ പല ഘട്ടങ്ങളിലും അതിനെ വികസിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മറ്റൊരു വികസനമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വികസനത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്കൊക്കെ അള്ളാഹു സ്വർഗ്ഗത്തിൽ വലിയ ഭവനങ്ങൾ അള്ളാഹു ഒരുക്കി തരട്ടെ. അവർക്കൊക്കെ ഉള്ള നമ്മളൊക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ നമ്മുടെ ഈ രാജ്യത്തിലുള്ള ഈ സൗഹാർദ്ദവും സ്നേഹവും അതൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ മുസ്ലിങ്ങളും മറ്റുള്ള ആളുകളും തമ്മിലുള്ള ഈ സ്നേഹബന്ധങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കണം. എന്നാലേ ഈ രാജ്യം ഇവിടെ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. എല്ലാ നിലക്കുള്ള ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാവണം. നമ്മൾ പരസ്പരം മറ്റുള്ള ആളുകളും എല്ലാവരും തമ്മിലുണ്ടാവേണ്ടത്. അതൊക്കെ അള്ളാഹു നിലനിർത്തിയിട്ട് ഈ വർഷം ഒരുപാട് ആൾ ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജിന് പോയ പലരും നമ്മളോട് ദുആ ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഹജ്ജിനെ നമ്മൾ കബൂൽ ചെയ്യട്ടെ, ഉംറ കബൂൽ ചെയ്യട്ടെ, സിയാറത്ത് കബൂൽ ചെയ്യട്ടെ. നമ്മൾക്കൊക്കെ അവിടെ ചെന്ന് ഹജ്ജുണ്ട് സിയാറത്തൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇവിടെ ഖബർസ്ഥാനുണ്ടല്ലേ, ഖബർസ്ഥാനിൽ മരണപ്പെട്ട് കൊടുക്കുന്ന എല്ലാ ഖബറിനെയും അള്ളാഹു സുഖമുണ്ടാവാനാകട്ടെ. അവർ നമ്മളൊക്കെ സുഖത്തിൽ മഹാന്മാരുടെ കൂടെ അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, മറ്റുള്ള നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ഖബറിനെയും അള്ളാഹു സുഖമുണ്ടാവാനാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയുള്ള ആഗ്രഹത്തെ അള്ളാഹു നന്നാക്കിത്തട്ടെ. നമ്മൾ പള്ളി നിർമ്മിക്കപ്പെട്ടു, പള്ളിയുടെ നിർമ്മാണത്തിലുള്ള സൗന്ദര്യമാണ് നമ്മളിന്ന് ആസ്വദിക്കുന്നത്. ഏതോ ഒരുത്തൻ പിന്നെ അവന് ഉള്ളക്കൊണ്ടല്ലോ ഒരു കലാകാരൻ്റെ എഴുത്തുകാരൻ്റെ അപ്പം അവിടെ ചെന്ന് മക്കൾക്ക് ചെന്നപ്പോൾ പോകാനോട് പറയുന്ന ഉംറ ചെയ്യാൻ അവൻ പറഞ്ഞു ഉംറ ചെയ്യാനും അതിനപ്പം ഞാൻ പറഞ്ഞത് ഞാൻ അതിൻ്റെ കല ആസ്വദിക്കാനാണ് എന്നതുപോലെ പള്ളിയിലൊക്കെ വന്നപ്പോൾ കല ആസ്വദിക്കാനാണ് എല്ലാവരും. അപ്പോൾ പള്ളിയിൽ കൊടുക്കൂടി പോകുമ്പോൾ തന്നെ ചോദിക്കണമെന്നറിയാം, ആ പള്ളിയിൽ ഫാൻ നോക്ക്, എ സി നോക്ക്, അളവ്, പിന്നെ കക്കൂസ്, ഇതൊക്കെ പിന്നെ ഇതിൻ്റെ സ്വഭാവങ്ങളൊക്കെ നോക്കുന്ന ആദ്യം ഇവരോട് പറയും. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കീഴുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പള്ളി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ. അപ്പോൾ മീനിനെ പിടിക്കണമായിരിക്കണം. അപ്പോൾ നിശ്ചയിക്കാൻ ആളെ പിടിക്കണത് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം, എന്നാലേ ആളെ വരുള്ളൂ.
അപ്പൊ അതുകൊണ്ട് പള്ളിയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധിതരായിരുന്നു. പക്ഷെ വലിയ ഹറാബ് നമ്മൾ ഹുദാന്ന് പറഞ്ഞല്ലോ, പള്ളിയിൽ നന്മകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാന്നല്ലേ ഈ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒമ്പതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷെ നിസ്കാരത്തിലേക്ക് അള്ളാഹുവിലേക്ക് കൂലി നൽകപ്പെടുകയോ ചെയ്യുന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം അതിന് പല തരത്തിലുള്ളതായ ഭൗതികമാവുന്ന നിയ്യത്ത് മാറിപ്പോവാണ്. അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് മാറി താല്പര്യങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്. അതാണ് നിസ്കരിക്കാൻ കുറേ ആളുണ്ടാവും, പക്ഷെ ഇവിടെ നടക്കപ്പെടുന്നത് ഉദയിക്കൊള്ളില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നാവാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ അള്ളാഹുവിലേക്ക് മുത്തുമൈനത്തായ നഫ്സാവണം നമ്മൾ റാവിയത്തും മറിയത്തുമായ നിലക്ക് മടങ്ങേണ്ടവരാകണം. ആ നിലക്കുള്ള അമലുകൾ ചെയ്ത് നന്നാവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മക്കളും സയ്യിദ് അലവി മൗലവിയുടെ തങ്ങളുടെ ചില ആധാറുകളുണ്ട്. ഈ ആധാറുകൾ സ്വീകരിക്കപ്പെടണം, അതിനെ ബഹുമാനിക്കപ്പെടണം, അതിനെ ആദരിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതൊക്കെ വലിയ പുണ്യമായ സംഗതികളാണ്. പഴയ കാലത്ത് മഴയില്ലാത്ത കാലത്ത് നാട്ടിലൊക്കെ മമ്പുറത്തുനിന്ന് കൊടി എടുത്തുകൊണ്ട് നടക്കലാണ്. എന്നാൽ കൊടി എടുത്ത് തുറന്നാൽ എന്നാൽ കൊടി മുന്നിൽ വെച്ച് തുറന്നാൽ അത് മഴ ചെയ്യാറുണ്ട്. നമുക്ക് അതിന് വിശ്വാസമില്ല, കൊടി നമ്മൾ എടുക്കണമില്ല. അപ്പോൾ വലിയ ആധാരങ്ങൾ എന്ന് പറയുന്നത് നീന്റെ ശിഹാറുകളാണ്. ആ ശിഹാറുകളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആധാരങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ താഴെക്കോട് പള്ളി നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഉദ്ഘാടന സമയത്ത് 220 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറ്റിയടിക്കാൻ വന്നപ്പോൾ നൽകിയ കുന്തവും തലയണയുമാണിത്. ഈ തലയണ ഉപയോഗിച്ചാണ് എല്ലാ മാസവും 11-ാം രാവിലും 12-ാം രാവിലും മൗലീദ് പാരായണം നടത്തുന്നത്. ഈ കുന്തം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഷോക്കേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി KK അബൂബക്കർ ഷെബീർ സാർ വരുന്ന വഴി കൊടുക്കാം. നമ്മുടെ UA ബീരാൻ സാഹിബിന്റെ മകൻ കൂടിയാണ് ഷെബീർ. ഷെബീർ അസോസിയേറ്റ്സിന്റെ ഓണറാണ്. അടുത്തതായി ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എല്ലാവർക്കും അറിയാം, ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൈമാറും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാസർ മാർക്ക് മെമ്മന്റോ കൈമാറും. അടുത്ത രണ്ടര കൂടിയിട്ട് ഈ നിർമ്മാണത്തിൽ അതിന്റെ എല്ലാ ജോലികളും പിന്നാലെ നടന്ന് സംഘടിപ്പിക്കുന്നതിൽ മാനും അഹമ്മദ് എന്ന മാനും പാറയിൽ മാനും ആദരിക്കുന്നത് ജിഫ്രി മുത്തുപേട്ടകളാണ്. മുത്തുപേട്ട പോയിട്ട് സഹകരണങ്ങൾ കൈമാറിയിട്ടുണ്ട്. അടുത്തതായി KK ഉസ്താദ് സംസാരിക്കും. മഹത്തായ ഒരു കർമ്മസമ്മേളനമാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിരകാലാഭിലാഷമായ താഴെക്കോട്ടയാറുടെ മഹത്തായ ഒരു മസ്ജിദ്, അതിന്റെ നിർമ്മാണ ഘട്ടമാണ്. അതിന്റെ നിർമ്മാണ ഘട്ടം പരിപൂർത്തിയായി
അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് ജനങ്ങൾക്ക്. നമ്മൾ പള്ളി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതവുമായിട്ട് അത് പള്ളി നിർമ്മാണമായിരുന്നു. എവിടെ വിശ്രമിക്കും, എവിടെ കിടന്നുറങ്ങും, അതൊന്നും ചിന്തിക്കാതെ നിർവഹിക്കാനുള്ള കെട്ടിട നിർമ്മാണമായിരുന്നു ആ പ്രവാചകൻ ആദ്യമായി നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് ഒരുപാട് സംസ്ഥാനങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. അഫ്ളലുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ വഅഫ്ളലുൽ ബിഖാഇ ഇലല്ലാഹി അസ്വാഖുഹാ. പ്രവാചകൻ അതാണ് പറഞ്ഞിരിക്കുന്നത്, പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള പ്രദേശം അത് അല്ലാഹുവിനെ ധ്യാനിക്കുന്ന ഇബാദത്ത് എടുക്കുന്ന പള്ളിയാണ്. ഏറ്റവും അല്ലാഹുവിന് ദേഷ്യമുള്ള, വിവാദമുള്ള, അവനിക്ക് അനിഷ്ടമുള്ള ഏറ്റവും വലിയതായിരിക്കുന്ന സ്ഥലം നമ്മുടെ മാർക്കറ്റുമാണെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മഹത്തായിരിക്കുന്ന കാരണം അല്ലാഹുവിനുള്ള ഇബാദത്താണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഇരുമുഖ്യതായിരിക്കുന്ന രാത്രികളിലെ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് അന്ത്യനാളിലെ പരിപൂർണമായിരിക്കുന്ന പ്രകാശം അവർക്ക് നൽകപ്പെടും എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഇബാദത്ത് അടിക്കാൻ വേണ്ടിയാണ് ഈ കെട്ടിടങ്ങളെ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത്രയും ഭീമമായ സംഖ്യ മുടക്കി മനോഹരമായിരിക്കുന്ന ഒരു സൗധം നിർമ്മിച്ചു. അത് നബി പറഞ്ഞ അവസാന കാലത്ത് വലിയ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടുകൂടാ. പള്ളികളൊക്കെ മനോഹരമാണ്, അമ്പല ചുണ്ടികളായിരിക്കുന്ന കെട്ടിടങ്ങളാണ്, സൗധങ്ങളാണ്. പക്ഷേ അതിന് വിവാദത്തില്ലാത്ത പള്ളിയായി ഒരിക്കലും നമ്മളത് പരിഗണിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ പറയാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സമസ്തയുടെ മുശാവറ കൂടിയായ ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിനെ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الحمد لله. താഴെപ്പോടിന്റെ അഭിമാന സ്തംഭമായി പള്ളിയുടെ പരിപാലനവും പ്രവർത്തനവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 224 വർഷങ്ങൾക്ക് മുമ്പ് 1800 ആണ്ടിൽ മഹാനായ മമ്പറം തങ്ങളുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച പള്ളി അദ്ദേഹത്തിൻ്റെ തീസാന്നിധ്യത്തോടുകൂടെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന മസ്ജിദ് അതിൻ്റെ ആന്തരികമായിരിക്കുന്ന പ്രൗഢിയെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ മറ്റൊന്നും കേരളക്കറിയില്ല ആവശ്യം. സയ്യിദ് കുടുംബത്തിലെ പ്രമുഖനാണ് മഹത്തായി മസ്ജിദിന് തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മുദ്രസ് താഴെക്കോട് മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ദീർഘകാലം ഇവിടെ ദിവസം. അക്കാലത്തെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടതിലധികം പ്രാധാന്യവും സാന്നിധ്യവുമായതായ മഹത്തായതായിരിക്കുന്ന മസ്ജിദ് അൽഹംദുലില്ലാഹ് നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ മറ്റു പരസഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നും
അതിൻ്റെ ഭൗതികമായിരിക്കുന്ന മനോഹാരിത വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഏതാണ് പള്ളി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രൗഢമാണ്. അത് ബാഹ്യമായിരിക്കുന്ന പ്രൗഢി. ബഹുമാന്യനായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉണർത്തിയതുപോലെ തന്നെ അധ്യക്ഷനിലൂടെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ മനോഹാരിത ബാഹ്യമായ ഈ പ്രൗഢിയിൽ ഒതുക്കി നിർത്താൻ 2000-ഓളം വരുന്ന അല്ലെങ്കിൽ 1500-ഓളം വരുന്ന മഹല്ല് നിവാസികൾ തിരികെ താമസിക്കുന്ന ഈ പള്ളിയിൽ മതരംഗത്തുള്ള പ്രൗഢി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ അകവും പുറവും ഒന്നുപോലെ അതിലേക്ക് എത്തിക്കുവാനാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പള്ളിയിൽ വൈജ്ഞാനികമായിരിക്കുന്ന മികവ് പുലർത്താൻ ഉതകുന്ന ക്ലാസുകളും സംവിധാനങ്ങളും ഉണ്ടാകണം. ജമാഅത്ത് നന്നായി നടന്നുകൊണ്ടിരിക്കുക. അയൽക്കാർക്ക് പള്ളിയിൽ വന്നുകൊണ്ടല്ല നിസ്കരിക്കാൻ പാടുകളെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിച്ചിരിക്കുന്ന നിർദ്ദേശം. കുരുടനായിട്ട് പോലും ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വരണമെന്ന് നിർദ്ദേശിച്ചതായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഇതിൻ്റെ പരിസരവാസികളെങ്കിലും പരിപൂർണമായി പാലിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട കുന്തവും കരടിയും അത് മഹാനായ മമ്പുറത്തങ്ങളുടെ സംഭാവനയാണ്. അങ്ങനെ ഇരിക്കുന്നവരത് കണ്ടോ കേട്ടോ എന്ന് എനിക്കറിയില്ല. മഹാനായിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കൈകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചതായിരിക്കുന്ന കണ്ടിപ്പ കുന്തം അത് തങ്ങൾ നൽകിയതാണ്. ഈ പള്ളിക്ക് അധ്യയനം ചെയ്തിരിക്കുന്ന സംഭാവനയുള്ള ഭാഗമാണ്. ഇന്നും ഇവിടെ മൗലിദിലും അതുപോലെ വരുന്ന ആത്മീയ സദസ്സുകളിലും പ്രദർശിപ്പിക്കാറുള്ള ഉപയോഗിക്കാറുള്ള വർഗത്തിന് വേണ്ടി വയ്ക്കാറുള്ള തരയണി മഹാനായിരിക്കുന്ന ഒമ്പറത്തങ്ങളുടേതാണ്. ഇതിന് തുല്യമായിരിക്കുന്ന മനോഭാവമുള്ളതായിരിക്കുന്ന പള്ളി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അത് നിങ്ങളുടെ പ്രൗഢിയാണ്. കാത്തു സൂക്ഷിക്കാൻ ചെയ്യാവുന്ന ആള് വരെ നിലനിർത്താൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ പള്ളി ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലായിട്ട് സാന്നിധ്യം കൊണ്ട് സമ്പത്ത് കൊണ്ട് അല്ലാത്ത മനസ്സുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ഇതിന് സഹകരിച്ച ആളുകളുണ്ടോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മസ്ജിദ് നബവി പുനർനിർമ്മാണം നടത്തിയപ്പോൾ ചെറിയൊരു ആക്ഷേപം ഉയരുകയുണ്ടായി. പഴയ കാലത്ത് മസ്ജിദ് നബവി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് മനോഹരമാക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളായിരിക്കുന്ന പള്ളിക്ക് ചുവരുണ്ടായിരുന്നില്ല. ഈത്തപ്പന മുറിച്ച് അതിൻ്റെ ഓല കൊണ്ട് മേയുകയും തടി കൊണ്ട് തൂണ് നിർമ്മിക്കുകയും ചെയ്തു. അടിയിൽ മണലായിരുന്നു. ചുവരില്ലാത്തത് കൊണ്ട് ഭിത്തിയില്ലാത്തത് കൊണ്ട് നായകൾ അങ്ങും ഇങ്ങും നടക്കാറുണ്ടായിരുന്നു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ്. മറ്റുള്ള പള്ളിയേക്കാൾ 1000-ലധികം പ്രതിഫലമുണ്ട് മഹത്തായ പള്ളിക്ക്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ്, മറ്റുള്ളവരിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇതിൽ മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി വെച്ച് മക്കത്തെ പള്ളി ഇതിനേക്കാൾ ഫലസേവമാണ്. ആ പള്ളി വളരെ ചെറുതായിരുന്നു. ഇപ്പൊ ഹജ്ജ് ഉംറയ്ക്ക് പോകുന്നവർക്കെല്ലാം നോക്കിയാൽ കാണാം തൂണിന്റെ മുകളിൽ ഹജ്ജ് മസ്ജിദുൻ നബവി എന്ന അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്നവർക്ക് വായിച്ചാൽ കാണാം. ചുരുങ്ങിയ സ്ഥലം മാത്രമേ. പുരാതന പള്ളിയുടെ അതിരുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പുരാതന പള്ളിയുടെ അതിരുകൾ എന്ന് പറഞ്ഞിട്ട് മസ്ജിദ് നബവിയുടെ തൂണുകളുടെ മുകളിലുണ്ട്. അതിന് ശേഷം ഇന്ന് കാണുന്ന മനോഹരമായിരിക്കുന്ന ആ പ്രൗഢമായിരിക്കുന്ന
ശില്പത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനായ സുമാറുള്ളതാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ മാറ്റം വരുത്തുകയാണ്. നബിയുടെ പള്ളി തഖ്വയിൽ അധിഷ്ഠിതമായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ മനോഹരമാണ്. ബാഹ്യമായിരിക്കുന്ന കലാരൂപങ്ങളൊന്നും അതിലില്ലെങ്കിലും ആന്തരികമായിട്ടായിരിക്കുന്ന കലാരൂപം അതിരിക്കുന്നത് വൈജ്ഞാനിക മികവുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഭരണാധികാരിയെ ആക്ഷേപിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് കൊടുത്ത മറുപടി, മംബനാ ലില്ലാഹി മസ്ജിദൻ വലല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന. ഒരാൾ പള്ളി അള്ളാഹുവിന്റെ വേണ്ടിയാണ് നിർമ്മിച്ചത് എങ്കിൽ മംബനാ ലില്ലാഹ്, അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആണ് പള്ളി നിർമ്മിച്ചതെങ്കിൽ വലല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന, സമാനമായത് സ്വർഗ്ഗത്തിൽ അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകുന്നതാണ്. അപ്പൊ പള്ളിയുടെ നിർമ്മാണ സമയത്തുള്ള എടുക്കുന്ന ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം താല്പര്യം. അത് കേട്ടപ്പോൾ സ്വഹാബത്തിനൊന്നും പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമാണ് പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ നടത്തിപ്പും എങ്കിൽ സമാനമായത് സ്വർഗത്തിൽ കിട്ടും. ആ ഗണത്തിൽ ഈ മനോഹരമായിരിക്കുന്ന പള്ളിയെയും അതിന് പണം ചെലവഴിച്ചവരെയും അതിനധ്വാനിച്ചവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാറുണ്ട്. ഇതിലാസില്ല. അപ്പം അപ്പുറത്തൊരു പള്ളി അതുപോലെ ഞങ്ങൾ എന്തെങ്കിലും പണക്കാരോടെ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പള്ളി തരും. അപ്പം അതുകൊണ്ടിട്ട് അതിനെ വരുന്നൊരു പള്ളി എന്നായിരുന്നു വിനാരങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് കിട്ടുന്നില്ല. എല്ലാവരും വില കൂടിയ കാർപ്പറ്റാണ്, നമുക്കായിട്ട് അത് ഇടാൻ പറ്റില്ലല്ലോ എന്ന ഉദ്ദേശമാണ് കാർപ്പറ്റിൻ്റെ പിന്നിൽ എങ്കിൽ അത് ചിന്തിക്കേണ്ടതായിരുന്നു. എല്ലാവരുടെ പള്ളിയിലും ധാരാളം തൈക്കുണ്ട്. നമ്മളെ പള്ളിയിൽ അത് ഇല്ലാതെയാൻ പറ്റൂലല്ലോ. മറ്റവരെ പള്ളിക്ക് അതുണ്ട്, മറ്റവരെ പള്ളിക്ക് അതുണ്ട്, അപ്പം നമുക്ക് പള്ളിക്കും വേണം എന്നാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നതിന് താല്പര്യം. മമ്പനാലില്ല, അള്ളാഹുവിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും നിർമ്മിക്കുന്നതും നടത്തിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ പടുത്തുയർത്തിയതാകണം. ഇതിന് മുമ്പെത്തിയിട്ടുണ്ടായിരിക്കുന്ന സുഹൃത്തിന് ആസമാഷ്, പിന്നെ നിങ്ങളുടെ സെക്രട്ടറി, ബഹുമാനനായതായിരിക്കുന്ന നിങ്ങളുടെ പ്രസിഡന്റ് വലിയ കാര്യമാണ്. അപ്പം അദ്ദേഹം നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പാഴ്ച പറ്റാൻ സാധ്യതയില്ല. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളെ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതോടുകൂടെ ഇനി അങ്ങോട്ടുള്ളായിരിക്കുന്ന ഇതിൻ്റെ ഇമാറത്ത് അത് വളരെ സുപ്രധാനം. ഇതിപ്പോൾ കഴിഞ്ഞു. ലൈറ്റ് വെച്ചോടുകൂടെ അത് ഓഫാകുന്നത് വരെ അതിൻ്റെ അതിനൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഇനി ഇമാറത്ത് മസാജിദുൽ ഹറാമിനുള്ള പ്രൗഢമായ കൊല അത് ഹറാമിനുള്ളയായാൽ അത് ആദർശമാന്റെ പള്ളിയിൽ രൂപമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേതുപോലെ അല്ലെങ്കിലും നിറഞ്ഞ സദസ്സുകളും തികഞ്ഞ ആത്മാർത്ഥതയും വൈജ്ഞാനിക മേഖലകളായിരിക്കുന്ന കഴിവ് തെളിയിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കുന്ന ദിവസവും ഇങ്ങനെ ഇന്ത്യയായിരിക്കുന്ന മുന്നേറ്റവും ജമാഅത്ത് ജുമാ തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളും ഇഴത്തിക്കാപ്പ് പോലെയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ബാഹ്യമായതായിരിക്കുന്ന ഈ മനോഹാരിത പോലെ തന്നെ ആന്തരികമായതായിരിക്കുന്ന പ്രൗഢിയും ഉണ്ടാകും. പണം ചെലവഴിച്ചവർക്കൊക്കെ സന്തോഷിക്കാൻ വകയുണ്ടാകും. വനഭൂമിയിൽ തന്നെ സമാനമായത് സ്വർഗത്തിൽ ലഭിക്കും. അള്ളാഹുവാകരണത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. കൂടുതലൊന്നും പറയാനുള്ള സമയത്തല്ലോ. ആ മൂല്യം മഹത്തായ മസ്ജിദിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ആരെല്ലാം ഇതിൽ സഹകരിച്ചോ സഹായിച്ചോ എല്ലാവരും മർഹമായ പ്രതിഫലം കബൂലാനെ അവരുടെ അഴിമാലുകളൊക്കെ ആയുസായതായിരിക്കുന്ന രൂപത്തിൽ നീ കബൂലാക്കണമെന്ന് കബൂലാനെ. ഇതൊക്കെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരുടെയും ഉഹ്റവിയായ ജീവിതം സന്തോഷത്തിലാക്കണമെന്ന് കബൂലാനെ. എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നബി
വരാനിരിക്കുന്നതായിരിക്കുന്ന ഹൗലുൽ കൗസർ പാനം ചെയ്ത് സ്വർഗത്തിൽ ഒന്നുകൂടാനുള്ള സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. വലിയതായി ഞങ്ങളിൽ പതിൽ ഉൾപ്പെടുത്തണമേ റബ്ബുലാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അതിമനോഹരമായ ചടങ്ങിൽ ഒരു വാക്ക് പറയാതെ പോകാനാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും വിളിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഐക്യത്തോടെ നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ് ഈ മഹത്തായ മസ്ജിദിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ ദേശീയപാതയുടെ ഓരോരുത്തരും ഇത്ര സൗകര്യത്തിലുള്ള ഒരു പള്ളി ഈ മഹലിലെ ജനങ്ങൾ പൊതുജനങ്ങളിൽ കൂടി നൽകുന്ന ഒരു സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും യാത്രക്കാരായ ആളുകൾ ഉൾപ്പെടെ വളരെ വലിയൊരു സൗകര്യമാണ് ഈ മസ്ജിദ് വഴി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയേറെ പൈതൃകവും പാരമ്പര്യവും. മാത്രമല്ല, നേരത്തെ കോമ്പോസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ ഒരു അമൂല്യമായ നിധി കൂടി ഇവിടെയുണ്ട്. അത് തീർച്ചയായിട്ടും അമൃതം തങ്ങളുടെ കുന്തവും തലയണയുമുള്ള ഒരു പള്ളി എന്നത് സവിശേഷതയുള്ളതാണ്. ആ പള്ളിക്ക് തീർച്ചയായിട്ടും ചേർന്ന രൂപത്തിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് നടത്തിയ വലിയ പ്രവർത്തന വിജയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നന്മയിൽ ഒരുമിച്ച് കൂടിയാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് താഴെയോട് ജുമാ മസ്ജിദ് എന്നുകൂടി സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്ലാമായി. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് 12 കൊല്ലം നമ്മുടെ ദർസിലെ മുദരിസായി